ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിന് മേൽ പകരപ്പെട്ട ദൈവശക്തിയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിങ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ വചനം കൃത്യമായി പഠിപ്പിക്കുകയാണ്. കാട്ടുപോത്തിന് കൊമ്പ് പോലെ ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങൾക്ക് ഉയർച്ച നൽകുന്നു. ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനുള്ള അടങ്ങാത്തൊരാഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹൃദയത്തിൻ്റെ ഭാരങ്ങള്, മനസ്സിൻ്റെ ദുഃഖങ്ങള്, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ തകർച്ചകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തിൽ നമ്മൾ നിറയാൻ, പുത്തൻ കൃപയിൽ ജീവിക്കുവാൻ, പുതുശക്തിയിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം പുതുക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്നിടത്തൊരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന്റെ അരൂപി നമ്മുടെ മധ്യേ പ്രവർത്തിക്കട്ടെ. നമുക്ക് ആവശ്യമായ അഭിഷേക ശക്തിയാൽ സ്വർഗം നമ്മെ നിറയ്ക്കട്ടെ. ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന്റെ അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ. പുതുശക്തിയായി പുതുകൃപയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, യുവജനങ്ങളിൽ സുവിശേഷത്തിന്റെ തീ കൊളുത്തണമേ. പരിശുദ്ധാത്മാവേ, രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ജനപദങ്ങളിൽ അഭിഷേകത്തിന്റെ കാറ്റ് വീശണമേ. ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. അഭിഷേകം പകരണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് കാലഘട്ടത്തിന് അഭിഷേകമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്ന സമയം. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, പെന്തക്കോസ്തയുടെ ശക്തിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് പകരുന്ന ഈ നവമായ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് കരമടിച്ചുണർവോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ. അഭിഷേകം നൽകണമേ. അതിശക്തമായ ആത്മപകർച്ചയാൽ കർത്താവ് ഞങ്ങളെ പൂരിതമാക്കണമേ. കരമടിച്ച് പാടുന്നു. പെന്തക്കോസ്ത വരവായി പുതു പെന്തക്കോസ്ത. ആഗ്രഹിച്ചു പാടികേ. വരവായി പുതു പെന്തക്കോസ്ത. നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. സ്വർഗം തുറന്നിടണമേ.
ആത്മാനെ അയച്ചിടണമേ. കർത്താവേ, കൃപ ചെയ്യണമേ, ആത്മാവിനെ വർഷിക്കണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ വീണ്ടും പെന്തക്കോസ്തയുടെ ശക്തിയാ കർത്താവേ ജനലക്ഷങ്ങൾ നിറയ്ക്കണമേ വീണ്ടും പെന്തക്കോസ്ത. ആത്മാവേ റൂഹായേ നിറയണമേ, എന്നിൽ നിറയണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മ നിറവനായി? ഹൃദയം തുറന്ന് പാടിക്കേ. എന്നിൽ നിറയണമേ, അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. ആമേൻ. തീയഭിഷേകം, തീയായി തീയായി ആത്മാവ് കത്തട്ടെ. ഒരിക്കൽ കൂടെ പാടിക്കേ. നിറയണമേ, അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. അഗ്നിയായി തീനാവായി നിറയണമേ, എന്നിൽ നിറയണമേ. നിറയണമേ, എന്നിൽ നിറയണമേ. സ്വരമുയർത്തി അല്പം ഉച്ചത്തിൽ പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചേ. നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാൻ ആത്മാവ് നൽകുന്ന പുത്തൻ അഭിഷേകത്താൽ, പുതുശക്തിയാൽ, പുതുകൃപയാൽ നമ്മൾ ഉണർത്തപ്പെടുവാൻ കരമുയർത്തുച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ ആത്മാവേ, ദൈവത്തിന്റെ അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. കാലഘട്ടത്തിന് അഭിഷേകമായി ഞങ്ങളിൽ കത്തി പടരണമേ. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ സുവിശേഷത്തിന്റെ തീ കത്തിക്കണമേ. അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുന്ന അഭിഷേക കാറ്റ് സഭ മുഴുവനിലും വീശട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ, സാത്താന്യ കോട്ടകളെ തകർക്കണമേ. കർത്താവിന്റെ വചനത്തിന് മുന്നേറ്റത്തെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിർവീര്യമാക്കണമേ. യുവജനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ വചനത്തിന്റെ അഭിഷേകം പകരണമേ. ഈ തലമുറയെ സുവിശേഷത്തിനായി സ്വാധീനിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. അനോയിന്റസ്, അനോയിന്റസ് നിറയുക പരിശുദ്ധാത്മാവേ. പെന്തക്കോസ്തയുടെ ശക്തി കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, ഞങ്ങളുടെ മിനിസ്ട്രികളെ നിറയ്ക്കുക, നിറയ്ക്കുക പരിശുദ്ധാത്മാവേ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആവശ്യമായ വചനം തന്ന് ഈ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവേ അവിടുന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരും ആത്മശക്തിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണ് ഇന്ന് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ആവോളം കണ്ടവരും അനുഭവിച്ചവരുമാണ് നമ്മൾ. പല ധ്യാനങ്ങളിലൂടെ, ബൈബിൾ കൺവെൻഷനിലൂടെ, മറ്റാത്മീയ ശുശ്രൂഷകളിലൂടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ചലനങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ സുവിശേഷത്തിനായി തുറക്കപ്പെടുന്നത്, എത്രയോ അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി ജീവിതങ്ങൾക്ക് രൂപാന്തരീകരണമുണ്ടാകുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവചനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു
ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? അനേക പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത്. പെന്തക്കോസ്ത് ദിവസം സമാഗതമായപ്പോൾ ദൈവത്തിൻ്റെ തീയായി, ദൈവത്തിൻ്റെ കാറ്റായി സെഹിയോൻ മാളികയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർക്കെല്ലാവർക്കും ശക്തമായ പരിശുദ്ധാത്മ അനുഭവമുണ്ടായി. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കാൻ തുടങ്ങി. ഇത് ശക്തമായ ആത്മപകർച്ചയുടെ പ്രകടമായ അടയാളമായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഭയചകിതരായിരുന്ന ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുകയാണ്. അവരുടെ ഭയം വിശ്വാസമായി രൂപാന്തരപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 2:14 വരിക. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷം തൻ്റെ മുൻപിലുള്ള വിവിധ ജനപദങ്ങളോട് അപ്പോസ്തലനായ പത്രോസ് പ്രഘോഷിക്കുകയാണ്. മറ്റ് അപ്പോസ്തലന്മാരോടൊപ്പം പത്രോസിലേക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ വചനം ജനക്കൂട്ടത്തെ അറിയിച്ചു. ഈ സുവിശേഷ പ്രഘോഷണ സമയത്ത് ജനത്തിൻ്റെ മധ്യേ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചു. നമ്മൾ ഇന്ന് അതാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 വചനം. അതിശക്തമായ വിധത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തന സമൂഹത്തിലുണ്ടായി. ദൈവത്തിൻ്റെ വചനം കേട്ടവരുടെ ഹൃദയം നുറുങ്ങി. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിന് നുറുക്കം കൊടുക്കുകയാണ്. അവർ പത്രോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ റിസൾട്ടാണ് ജീവിതങ്ങൾക്ക് നുറുക്കമുണ്ടാകുന്നു, ആഴമേറിയ അനുതാപമുണ്ടാകുന്നു, മാനസാന്തരമുണ്ടാകുന്നു. ജീവിതങ്ങൾ കർത്താവായ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുന്നു. പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടുന്നു. ഹൃദയത്തിൻ്റെ കഠിനതകൾ മാറുന്നു. മാനസാന്തര അനുഭവമില്ലാത്ത ജീവിതങ്ങളിൽ മാനസാന്തരത്തിൻ്റെ തീ കത്തുന്നു. ഈ ജനങ്ങൾ എന്താണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശുശ്രൂഷകളിൽ ഇത് തന്നെ സംഭവിക്കേണ്ടത്. എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം ആത്മനിറവോടെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇതേ അനുഭവം പരിശുദ്ധാത്മ ജനത്തിന് കൊടുക്കുകയാണ്. വചനം കേൾക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു. അവരുടെ ജീവിതങ്ങളിൽ കർത്താവായ ക്രിസ്തു വെളിപ്പെടുകയാണ്. അവിടെ ഹൃദയങ്ങൾക്ക് നുറുക്കമുണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷകൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളുണ്ടോ? ജനം പൊട്ടിക്കരഞ്ഞ് ചങ്ക് പൊട്ടി നിലവിളിച്ച് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരത്തിൻ്റെ ജീവിതത്തിനു വേണ്ടി കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ ഒരു തിരിച്ചറിവിലേക്ക് ജനം കടന്നു വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ സംശയിക്കണം നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. ഇത് വളരെ സീരിയസ് ആയി നമ്മൾ എടുക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ധ്യാനങ്ങളിലൂടെയും കൺവെൻഷനുകളിലൂടെയും ആഴമേറിയ മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മ സഭയ്ക്ക് നൽകുകയാണ്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മുടെ ശുശ്രൂഷകൾ എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, നമ്മൾ എന്തുമാത്രം ആത്മശക്തിക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്, നമുക്ക് എന്തുമാത്രം ആത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നുണ്ട്. ഈ നിറവിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോഴാണ് ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? 2:41 വചനമാണ്. ഈ വചനം കേട്ടവരിൽ 3000 പേരെ സ്നാനപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് അവർ കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെടുകയാണ്. അവിടെ സഭ രൂപം കൊള്ളുകയാണ്. കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട,
മാനസാന്തര അനുഭവം പ്രാപിച്ച ഒരു കൂട്ടം മനുഷ്യരെ അവിടെ രൂപം കൊള്ളുകയാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ ആഴമേറിയ മാനസാന്തരങ്ങൾ വെളിപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. സാവൂൾ എന്ന ചെറുപ്പക്കാരൻ. ക്രൈസ്തവർക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ഭയമായിരുന്നു. ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്ന വലിയ പീഡകനായിരുന്നു ആ നാളുകളിൽ സാവൂള്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ആ ദമസ്കസ് റോട്ടിൽ വെച്ച് സാവൂളിൻ്റെ മേൽ ഇറങ്ങി വന്നു. കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചു. 9-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ആദിമ സഭയിലെ ഒരു മൂപ്പനായിരുന്ന അനനിയാസ് സാവൂളിൻ്റെ അരികിൽ ചെന്ന് പറയുകയാണ്, നിന്നിൽ പരിശുദ്ധാത്മം നിറയാൻ വേണ്ടി, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ നിന്റെ അരികിൽ അയച്ചിരിക്കുകയാണ്. നീ പരിശുദ്ധാത്മം നിറഞ്ഞവനായി തീരാൻ. അനനിയാസിന്റെ കൈവപ്പ് വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ സാവൂളിന്റെ മേൽ ഇറങ്ങി വന്നു. അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. അവന്റെ മനോഭാവം മാറി, കാഴ്ചപ്പാട് മാറി, ഹൃദയത്തിന്റെ കഠിനത മാറി. മാംസള ഹൃദയം ദൈവാത്മാവ് സാവൂളിന് കൊടുക്കുകയാണ്. 20-ാമത്തെ വചനം പറയുന്നത് അതെന്നറിയോ? അധികം താമസിയാതെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സാവൂൾ പ്രഘോഷിക്കാൻ തുടങ്ങി. ഈ മാനസാന്തര അനുഭവം, ഈ ഒരു ട്രാൻസ്ഫർമേഷൻ സാവൂളിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിച്ചത്? അവനിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ, പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ വലിയ മാറ്റം സാവൂളിനുണ്ടാവുകയാണ്. സഭയ്ക്ക് ഒരു വലിയ മിഷണറിയെ കിട്ടുകയാണ്. സഭ കടത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറിയായി സാവൂൾ എന്ന ചെറുപ്പക്കാരൻ പൗലോസായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഇതുപോലെ അനേകം മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിൽ നിങ്ങൾ പലരും അത് കേട്ട് കാണും. നിക്കി ക്രൂസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത, ഇവൻ വലിയ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ, ഒരു വലിയ ഗുണ്ട സംഘത്തിൻ്റെ തലവനായിരുന്നു. കൈവെട്ടുവാനും കാലുവെട്ടാനും തലവെട്ടാനും യാതൊരു മടിയില്ലാത്തവൻ. ഇവൻ്റെ കീഴിൽ 100 കണക്കിന് ചെറുപ്പക്കാരെ ഇത്തരത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാതെ പ്രവർത്തിച്ചു വരികയാണ്. കഞ്ചാവും മയക്കുമരുന്നും മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം. ഈ സമയത്ത് ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഉണർത്തി. ഇത്തരത്തിൽ ലഹരിക്കും കഞ്ചാവിനും അടിമപ്പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ പ്രതിയുള്ള ആത്മഭാരത്താൽ ഈ മിഷണറി ഹൃദയത്തെ കർത്താവ് അങ്ങ് ഉണർത്തുകയാണ്. അദ്ദേഹം വാവിട്ട് കരയാൻ തുടങ്ങി, കർത്താവേ, ഇത്തരത്തിലുള്ള യുവജനങ്ങളെ നേടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥനയുടെ മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തൻ്റെ മിഷണറിയോട് പറഞ്ഞു, ഡേവിഡ്, നീ നിക്കി ക്രൂസിന് അരികിൽ ചെന്ന് പറയുക, യേശു ക്രിസ്തു അവനെ സ്നേഹിക്കുന്നുവെന്ന്. നിക്കി ക്രൂസിന്റെ പേര് കേട്ട നിമിഷത്തിൽ ഡേവിഡ് വിൽക്കേഴ്സൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അദ്ദേഹം ചിന്തിച്ചു, എങ്ങനെ ഇവനരികിലേക്ക് എത്താൻ പറ്റും? കർത്താവ് ഒരു മിഷൻ നമ്മളെ ഏൽപ്പിച്ചാൽ അതിനു വേണ്ട വാതിലുകൾ കർത്താവ് തന്നെ തുറന്നു തരും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ അതിനെ ഓർത്തിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ച് കാട് കയറി നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. അതിനുവേണ്ട എല്ലാ റിസോഴ്സും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. എത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുണ്ട്. അങ്ങനെ ഇദ്ദേഹം ആത്മശക്തിയിൽ നിക്കി ക്രൂസിനരികിൽ കടന്നു ചെന്നു. ഈ ചെറുപ്പക്കാരനെ കണ്ട മാത്രയിൽ ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞു, മകനെ നിക്കി ക്രൂസ്, യേശു നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ ഈ മിഷണറി മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് പറഞ്ഞു, നിർത്തണം നിന്റെ സുവിശേഷം.
ഇനി നീ യേശു എന്നുള്ള വാക്ക് ഉച്ചരിച്ചാൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഭീഷണിയുടെ നടുവിലും ഡേവിഡ് വിൽക്കേഴ്സൺ സ്നേഹത്തോടെ പറഞ്ഞു, നിക്കി ക്രൂസ്, യേശു ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ കലിതുള്ളി. അവൻ പറഞ്ഞു, ഇനി നീ ഈ സുവിശേഷം പ്രഘോഷിച്ചാൽ നിന്റെ മാംസ കഷ്ടങ്ങൾ കൊത്തി നുറുക്കി ഞാൻ ഈ തെരുവീതികളിൽ വെതറിക്കളയും. ഈ സമയത്ത് ഡേവിഡ് വിൽക്കേഴ്സൺ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, പരിശുദ്ധാത്മ ശക്തിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പരിശുദ്ധാത്മ ശക്തി ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. കാരണം അത് ഉയരത്തിലെ ശക്തിയാണ്, അത് അത്യുന്നത ശക്തിയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞു, നിക്കി ക്രൂസ്, നീ എൻ്റെ മാംസകഷ്ണങ്ങൾ കൊത്തി നുറുക്കി ഈ തെരുവീതികളിൽ വാരി വിതറിയാലും എൻ്റെ ഓരോ മാംസകഷ്ണം അവിടെ കിടന്ന് വിളിച്ചു പറയും, നിക്കി ക്രൂസ്, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പെട്ടെന്ന് ഷോക്കായി. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും തൻ്റെ മുൻപിൽ ധീരതയോടെ കർത്താവിൻ്റെ വചനം പറയുന്ന ഈ മിഷണറിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, നിന്റെ യേശു ആരാണ്? ഉടനെ ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞു, ഞാനിത് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസത്തെ ധ്യാനം ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട, ഗുണ്ടാ സംഘത്തിൽപ്പെട്ട വലിയ ക്രിമിനലുകളായ കഞ്ചാവ് മാഫിയും മയക്കമരുന്നുമായിട്ട് നടന്നിരുന്ന ഇവർക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ റെസിഡൻഷ്യൽ റിട്രീറ്റ് നടത്തുകയാണ്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ധ്യാനങ്ങളെന്നല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇവർ സിഗരറ്റ് വലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു. ഇങ്ങനെയാണ് ഇവർ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ഒരു ദിവസം പിന്നിട്ടു ഡേവിഡ് വിൽക്കേഴ്സൺ വളരെ ഭാരമുള്ളവനായി അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ പൊന്നു മക്കൾക്ക് ഒരു മാനസാന്തരം സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയത്? കർത്താവേ, കരുണ കാണിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി ഈ മിഷണറി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കില്ല പ്രിയപ്പെട്ടവരെ. 2-ാം ദിനത്തിൽ സന്ധ്യാസമയത്തുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു. അതിശക്തിയോടെ പരിശുദ്ധാത്മാവോട് പ്രവർത്തിക്കാൻ തുടങ്ങി. സിഹിയോൻ മാളികയിലേക്ക് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, സാവൂൾ എന്ന ചെറുപ്പക്കാരനെ പൗലോസാക്കി മാറ്റിയ അതേ പരിശുദ്ധാത്മാവ്, ഇന്നും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരിൽ അങ്ങ് കത്താൻ തുടങ്ങി. ദൈവത്തിൻ്റെ തീയായി കത്താൻ തുടങ്ങി. ദൈവത്തിൻ്റെ കാറ്റായി പരിശുദ്ധാത്മാവ് ആ യുവജന സമൂഹത്തിൽ ആഞ്ഞു വീശാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അനുതാപ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് പത്രോസിന്റെ പ്രസംഗം കേട്ട ആ ജനക്കൂട്ടം പറഞ്ഞതുപോലെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കാൻ, പാപം വിട്ടുപേക്ഷിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അതുപോലെ അതിശക്തമായ ആത്മപകർച്ചയാൽ ആ ശുശ്രൂഷയെ കർത്താവ് അങ്ങ് ആശീർവദിച്ചു. ഞാനൊരു അതിശയോക്തി പറയില്ല പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി മാനസാന്തരങ്ങളുടെ അനുഭവങ്ങളായിരുന്നു. ആ ചെറുപ്പക്കാരെ തങ്ങളെ പാപകരമായ ജീവിതം വിട്ടുകളഞ്ഞ് തങ്ങളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവിനായി തങ്ങളുടെ യൗവനങ്ങളെ സമർപ്പിച്ചു. അതിൽ മുൻനിരയിലുണ്ടായിരുന്നത് നിക്കി ക്രൂസ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ വന്നു. ദൈവം അവൻ അഭിഷേകം ചെയ്തു. ദൈവത്തിന് മുഖനോട്ടമില്ല പ്രിയപ്പെട്ടവരെ. കഠിന പാപിയായിരുന്ന ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടു. പിന്നീട് നിക്കി ക്രൂസ് സാവൂളിനെ പോലെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. ഇന്ന് ലോകം അറിയപ്പെടുന്ന വലിയൊരു സുവിശേഷ പ്രഘോഷകനായ അദ്ദേഹം മാറി. ആയിരങ്ങൾ, 10,000 ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവോടെ വരുത്തി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ചെറുപ്പക്കാരെല്ലാം അവരുടെ മേഖലകളിൽ കർത്താവിന് സാക്ഷ്യം നൽകി. ആ പട്ടണം വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ ചെറിയ കൂട്ടത്തിലൂടെ എത്രയോ 10,000 കർത്താവിൻ്റെ നിത്യജീവൻ സ്വന്തമാക്കിയത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാം തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതങ്ങൾ യേശു ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുന്നു. ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ സംഭവിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നവീകരിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണ്. ഇന്ന് സഭയ്ക്കാവശ്യം ഇത്തരത്തിൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങളെയാണ്. ഇന്ന് ലോകത്തിന് ആവശ്യം ഇത്തരത്തിൽ ക്രിസ്തുവിനായി പിടിക്കപ്പെട്ട ജീവിതങ്ങളെയാണ്. ഈ തലമുറയ്ക്ക് ആവശ്യം ഈ വിധം പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളായി കത്തിച്ചൊലിക്കുന്ന ജീവിതങ്ങളെയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, സഭയുടെ ശുശ്രൂഷകളിലുള്ള ആത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ ബലപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ചങ്കുപൊട്ടി ഈ നാളുകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും പെന്തക്കോസ്തയുടെ ശക്തി കർത്താവ് ഈ തലമുറയുടെ മേൽ പകരും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് ഇന്ന് നൽകിയ ഈ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് രൂപാന്തരീകരണത്തിൻ്റെ, യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ചോദ്യവും ഉത്തരവും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കണ്ടു, ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക, ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക. രൂപാന്തരപ്പെട്ട അനേകം ജീവിതങ്ങൾ സഭയിൽ എഴുന്നേൽക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയൊരു രൂപാന്തരീകരണം ഉണ്ടാകട്ടെ. കർത്താവ് വസിക്കുന്ന കുടുംബങ്ങളായി, കർത്താവ് പണിതുയർത്തുന്ന സമൂഹങ്ങളായി നമ്മുടെ കൂട്ടായ്മകൾ വളരുവാൻ ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും വീശിയടിക്കുവാൻ നമ്മൾ ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരിക 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 വരിക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുവിനായി ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. പാപത്തിന്റെ കെട്ടുകള്, ഹൃദയത്തിന്റെ കഠിനതകള്, തെറ്റായ കാഴ്ചപ്പാടുകള്, നെഗറ്റീവായ മനോഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് കർത്താവിന് സാക്ഷ്യം നൽകി ജീവിക്കുവാൻ പതിനായിരങ്ങളെ ഈ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിച്ചതിനായി, കർത്താവ് ഇടപെട്ടതിനായി, ഞങ്ങൾക്ക് ആവശ്യമായ വചനം തന്നതിനായി, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സന്ദർശിച്ചതിനായി നന്ദി നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ. ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,